അപ്പോൾ ഇന്ന് നമ്മൾ പോളിനോമിയൽസിൽ ഫാക്ടർ തിയറം ഉപയോഗിച്ചിട്ട് എങ്ങനെ ഫാക്ടറൈസ് ചെയ്യാന്നുള്ളതാണ് പറയാൻ പോകുന്നത്. അപ്പോൾ അതിനു മുമ്പ് ഇപ്പോൾ എന്താണ് ഫാക്ടർ തിയറം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു പോളിനോമിയൽ പി ഓഫ് എക്സ് എന്നുള്ള ഒരു പോളിനോമിയൽ തന്ന് അതിൻ്റെ ഡിഗ്രി ഒന്നുമില്ലെങ്കിൽ 1 അല്ലെങ്കിൽ അതിൽ കൂടുതലായിരിക്കണം. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ പി ഓഫ് എക്സ് എന്ന് പറയുന്ന ഒരു പോളിനോമിയലാണ്, അതിൻ്റെ ഡിഗ്രി എന്ന് പറയുന്നത് ഡിഗ്രി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 അങ്ങനെ വരികയാണെങ്കിൽ എ ഒരു റിയൽ നമ്പർ ആണെങ്കിൽ പി ഓഫ് എ ഈക്വൽ ടു 0 എന്ന് നമുക്ക് കിട്ടുകയാണെങ്കിൽ എക്സ് മൈനസ് എ അതിൻ്റെ ഫാക്ടർ ആയിരിക്കും. അതാണ് ഫാക്ടർ തിയറം എന്ന് പറയുന്നത്. അപ്പോൾ എങ്ങനെയുള്ളതാണ് ഒരു പോളിനോമിയലിൽ അതിൻ്റെ ഡിഗ്രി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 ആയിരിക്കണം. അപ്പോൾ എന്താണ് ഡിഗ്രി എന്ന് പറയുന്നത്? ഇപ്പോൾ ഒരു പോളിനോമിയൽ നമുക്ക് തന്നു, അതിൻ്റെ ഡിഗ്രി എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് നമുക്ക് പറയാൻ കഴിയുക? അതായത് ഈ ഒരു പോളിനോമിയൽ നോക്കിയാൽ അതിൻ്റെ ഹയസ്റ്റ് പവർ ഏതാണോ വരുന്നത് അതാണ് അതിൻ്റെ ഡിഗ്രി. ഡിഗ്രി എന്ന് പറയുന്നത് ഹയസ്റ്റ് പവറാണ്. ഹയസ്റ്റ് പവർ ഇപ്പോൾ ഇതിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് ഹയസ്റ്റ് പവർ ഏതാണ് വരുന്നത്? എക്സ് ക്യൂബാണ്. അപ്പോൾ ഇതിൻ്റെ ഡിഗ്രി എന്ന് പറയുന്നത് 3 ആണ്. അതുപോലെ ഒരു കോൺസ്റ്റന്റ് നമ്പർ നമുക്ക് ഏതെങ്കിലും ഒരു 0 അല്ലാത്ത ഏതെങ്കിലും ഒരു കോൺസ്റ്റന്റ് നമ്പർ തന്നു, √3 അല്ലെങ്കിൽ 5, 4 ഇങ്ങനെയൊക്കെ തന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഡിഗ്രി എന്ന് പറയുന്നത്, കോൺസ്റ്റന്റ് പോളിനോമിയലിൻ്റെ ഡിഗ്രി എന്ന് പറയുന്നത് 0 ആയിരിക്കും. അതായത് നമുക്കറിയാം ഇപ്പോൾ √3 എന്ന് പറയുന്നത് ഇൻറ്റു x⁻0 ആണ്. √3 x⁻0 എന്താണ്? 1. അപ്പോൾ ഇങ്ങനെ ഒരു കോൺസ്റ്റന്റ് പോളിനോമിയൽ 0 അല്ലാതെ ഒരു കോൺസ്റ്റന്റ് തന്നിട്ട് അതിൻ്റെ ഡിഗ്രി എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ അത് 0 ആയിരിക്കും. അപ്പോൾ അതാണ് ഡിഗ്രി, പോളിനോമിയലിൻ്റെ ഡിഗ്രി നമുക്ക് പറയാനുള്ളത്. ഇനി ഇവിടെ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഫാക്ടർ തിയറം ഉപയോഗിച്ചിട്ട് ഫാക്ടർ കാണുന്നു. ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ, y² മൈനസ് 5y പ്ലസ് 6. ഇപ്പം ഇത് നമുക്ക് ഫാക്ടറൈസ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? ഇതിൻ്റെ പ്രോഡക്റ്റ്, അതായത് ഈ പ്ലേസിലുള്ള പ്രോഡക്റ്റ് എത്രയാണ് കിട്ടേണ്ടത്? 6. അപ്പോൾ 6 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഫാക്ടേഴ്സ് നോക്കും. 6 എന്ന് പറയുമ്പോൾ 1 × 6 6 ആണ് അല്ലേ? അപ്പോൾ അതിൻ്റെ ഫാക്ടേഴ്സ് ആയിട്ട് നമുക്ക് വരാൻ സാധ്യതയുള്ളത് ഏതൊക്കെയാണ് നമ്പേഴ്സാണ്? 1, 6. പിന്നെ നമുക്ക് എന്ത് പറയാം? 2 × 3. 2 × 3യും 6 ആണ്. അപ്പോൾ ഇതൊക്കെ ഇതിൽ ഫാക്ടേഴ്സ് ആയിട്ട് വരാം. അപ്പോൾ നമ്മൾ ഫാക്ടറൈസ് ചെയ്യുമ്പോൾ സ്പ്ലിറ്റിംഗ് ദ മിഡിൽ ടേം വെച്ചിട്ടാണ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? പ്രോഡക്റ്റ് 6 കിട്ടണം, സം എന്ന് പറയുന്നത് അവിടെ -5 കിട്ടണം. എന്നിട്ട് അത് ഈ മിഡിലുള്ള ടേമിന് സ്പ്ലിറ്റ് ചെയ്ത് ചെയ്യും. അപ്പോൾ ഇത് സ്പ്ലിറ്റിംഗ് ദ മിഡിൽ ടേംസ് ഉപയോഗിച്ചിട്ടല്ല നമ്മൾ പറയാൻ പോകുന്നത്, ഫാക്ടർ തിയറം ഉപയോഗിച്ചിട്ട് എങ്ങനെ ഇതിൻ്റെ ഫാക്ടേഴ്സ് കണ്ടുപിടിക്കാം. നമുക്ക് ഒരു പോളിനോമിയൽ പി ഓഫ് വൈ ഈക്വൽ ടു y² മൈനസ് 5y പ്ലസ് 6 ഇങ്ങനെ തന്നിട്ടുണ്ട്. ഈ പോളിനോമിയലിനെ ബൈ ഫാക്ടറൈസ് യൂസിങ് ഫാക്ടർ തിയറം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഫാക്ടർ തിയറം ഉപയോഗിച്ചിട്ട് തന്നെ ചെയ്യണം. അപ്പോൾ അതിനും ഫാക്ടർ തിയറം ഉപയോഗിച്ച് ചെയ്യുമ്പോൾ നമുക്ക് ഏതൊക്കെയാണ്? ഇപ്പോൾ പി ഓഫ് നമ്മൾ ഏതെങ്കിലും ഒരു വാല്യൂ കൊടുത്തു നോക്കും. പി ഓഫ് 1 ആണ് കൊടുക്കുന്നതെങ്കിൽ 1 കൊടുത്താൽ ഇത് ഈക്വൽ ടു നമുക്ക് 0 എന്ന് കിട്ടണം. കിട്ടിയാൽ മാത്രമേ അത് ഫാക്ടേഴ്സ് ആവുള്ളൂ. അപ്പോൾ അതിനുള്ള ഒരു എളുപ്പ വഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 6, ഇത് പ്രോഡക്റ്റിൻ്റെ പ്ലേസിൽ എന്താണെന്നുള്ളത് 6. അപ്പോൾ 6ൻ്റെ ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്? 1 × 6 6 ആണ്. അതുപോലെ 2 × 3 6 ആണ്. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരു നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ അത് 0 ആവുന്നുണ്ടെങ്കിൽ, ഇപ്പോൾ പി ഓഫ് 2 ഞാൻ ഈ പോളിനോമിയലിൽ കൊടുത്തു, അപ്പോൾ നമുക്ക് ഈക്വൽ ടു 0 ആണ് കിട്ടുന്നതെങ്കിൽ y−2 ആയിരിക്കും അതിൻ്റെ ഫാക്ടർ. ഏത് നമ്പർ കൊടുക്കുമ്പോഴാണ് നമുക്ക് 0 കിട്ടുന്നത്? അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡ് എഴുതുക. ഇവിടെ വൈയിലാണുള്ളത് പോളിനോമിയൽ, അതുകൊണ്ട് y−, എക്സിലാണുള്ളതെങ്കിൽ x−2. അപ്പോൾ ഇവിടെ പി ഓഫ് 2 ആണ് ഞാൻ കൊടുക്കുമ്പോൾ അതിൽ 0 വരുന്നതെങ്കിൽ y−2 ആയിരിക്കും അതിൻ്റെ ഫാക്ടേഴ്സ്. നമ്മൾ സ്പ്ലിറ്റിംഗ് ദ മിഡിൽ ടേം വെച്ച് ചെയ്യുമ്പോഴും നമ്മൾ എന്താ നോക്കുക? പ്രോഡക്റ്റ് അല്ലേ? പ്രോഡക്റ്റ് ഏത് നമ്പർ കിട്ടണം അതിനനുസരിച്ചാണ് നമ്മൾ മിഡിൽ ടേമിനെ സ്പ്ലിറ്റ് ചെയ്യുക. അപ്പോൾ സ്പ്ലിറ്റിംഗ് ദ മിഡിൽ ടേം വെച്ചിട്ട് ഫാക്ടറൈസ് ചെയ്യുമ്പോൾ പ്രോഡക്റ്റ് 6 കിട്ടണം, ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടണം? -5 കിട്ടണം. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ നമ്പേഴ്സ് എടുത്തിട്ട് അവിടെ -3 -2 ആണ് നമ്മൾ കൊടുക്കുന്നതെങ്കിൽ -3 × -2 എന്ന് പറയുന്നത് 6 ആണ്. -3 -2 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ -5 ആണ്. അങ്ങനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്തിട്ട് ചെയ്യും. അപ്പോൾ ഇതിൽ ഫാക്ടർ തിയറം ഉപയോഗിച്ച് ചെയ്യുമ്പോൾ ഇപ്പോൾ ഇതിൽ നമുക്കിപ്പോൾ അറിയാം ഇതിൻ്റെ ഫാക്ടേഴ്സ് 2ഉം 3ഉം ആണ്. അപ്പോൾ ഇത് കൊടുത്തു നോക്കിയാൽ നിങ്ങളിപ്പോൾ പി ഓഫ് 1 കൊടുക്കുന്നു. പി ഓഫ് 1 എന്ന് പറഞ്ഞാൽ 1² മൈനസ് 5 × 1 പ്ലസ് 6 ആണ്. അപ്പോൾ ഇവിടെ 1 - 5 + 6
എന്താണ് കിട്ടുന്നത്? നമുക്ക് നോട്ട് ഈക്വൽ ടു 0 ആണ്. അപ്പോൾ അത് അതിൻ്റെ ഫാക്ടർ അല്ല. ഇനി നമുക്ക് എന്ത് ചെയ്യാം? പി ഓഫ് 2 കൊടുത്തു നോക്കാം. പി ഓഫ് 2 കൊടുക്കുമ്പോൾ 2 സ്ക്വയർ മൈനസ് 5 ഇൻറ്റു 2 പ്ലസ് 6. അപ്പോൾ ഇവിടെ എന്തായി? 4 മൈനസ് 10 പ്ലസ് 6. 6 പ്ലസ് 4 10. 10 മൈനസ് 10 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ 0 ആയി. അപ്പോൾ പി ഓഫ് 2 0 ആണെങ്കിൽ അവിടെ എന്ത് കിട്ടി നമുക്ക്? y മൈനസ് 2 ഈസ് എ ഫാക്ടർ. ഒരു ഫാക്ടർ കിട്ടി. പിന്നെ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതിന്റെ ഡിഗ്രി എത്ര വരുന്നോ അതിനനുസരിച്ച് അതിന് ഫാക്ടേഴ്സ് ഉണ്ടാവും. അപ്പോൾ ഇവിടെ നമുക്ക് ഡിഗ്രി 2 ആണ്. അപ്പോൾ 2 ഡിഗ്രി ഉള്ളത് കൊണ്ട് ഇതിന് 2 ഫാക്ടേഴ്സ് ഉണ്ടാവും. അപ്പോൾ നമുക്കിപ്പോൾ ഒരു ഫാക്ടറേ കിട്ടിയിട്ടുള്ളൂ. ഇനി അടുത്ത ഫാക്ടർ കാണാൻ വേണ്ടി പി ഓഫ് 3 കൊടുക്കുക. പി ഓഫ് 3 എന്ന് പറയുന്നത് 3 സ്ക്വയർ മൈനസ് 5 ഇൻറ്റു 3 പ്ലസ് 6. അപ്പോൾ 3 സ്ക്വയർ എന്ന് പറയുന്നത് 9 മൈനസ് 15 പ്ലസ് 6. ഇവിടെയും നമുക്ക് എന്ത് കിട്ടി? 0 എന്ന് കിട്ടി. അപ്പോൾ നമുക്ക് എന്ത് പറയാം? y മൈനസ് 3 ഈസ് എ ഫാക്ടർ ആണ്. അപ്പോൾ ബൈ യൂസിങ് ഫാക്ടർ തിയറം നമുക്ക് ഫാക്ടേഴ്സ് കണ്ടുപിടിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ, അപ്പോൾ ഡിഗ്രി നോക്കുമോ, ഒരു ഡിഗ്രി മാത്രമേ ഉള്ളൂ എങ്കിൽ നമുക്ക് അതിന് ഒരു ഫാക്ടർ മാത്രമേ ഉണ്ടാവുള്ളൂ. ഇവിടെ ഡിഗ്രി 2 ഉള്ളത് കൊണ്ട് 2 ഫാക്ടേഴ്സ് വന്നു. ഇനി ഡിഗ്രി 3 ആണെങ്കിൽ 3 ഫാക്ടേഴ്സ് ഉണ്ടാവും. അപ്പോൾ ഇതിൻ്റെ ഫാക്ടേഴ്സ് ഇത് 2 വാല്യൂ കൊടുക്കുമ്പോഴും നമുക്ക് 0 കിട്ടൂല. അപ്പോൾ നിങ്ങൾക്ക് അറിയെങ്കിൽ ഇത് മാത്രം തന്നെ കൊടുത്താൽ മതി. അതായത് ഇതിൻ്റെ ഫാക്ടേഴ്സ് നോക്കിയാൽ മതി. 6ന്റെ ഫാക്ടേഴ്സ് 2ഉം 3യും മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 6 ആണ്. അപ്പോൾ അത് തന്നെയാണ് നമുക്ക് ആൻസറിൽ വരിക. അപ്പോൾ പി ഓഫ് 2 കൊടുത്തപ്പോൾ നമുക്ക് 0 കിട്ടിയതുകൊണ്ട് y മൈനസ് പി ഓഫ് 2 0 ആകുമ്പോൾ y പ്ലസ് 2 ഈ ഫാക്ടർ ആയിട്ട് വരില്ല. അവിടെയാണ് ശ്രദ്ധിക്കേണ്ടത്. y മൈനസ് 2 ആയിരിക്കും ഫാക്ടർ. അതുപോലെ പി ഓഫ് 3 ഈക്വൽ ടു 0 കിട്ടിക്കഴിഞ്ഞാൽ y മൈനസ് 3 ആയിരിക്കും അതിൻ്റെ ഫാക്ടർ. ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 6x² പ്ലസ് 17x പ്ലസ് 5. ഇതിനെ നമുക്ക് ഫാക്ടർ തിയറം ഉപയോഗിച്ചിട്ട് എങ്ങനെ ഫാക്ടേഴ്സ് കണ്ടുപിടിക്കുക എന്നുള്ളത് നോക്കാം. അപ്പോൾ ആദ്യം നമ്മൾ ഇതിൽ 6 കോമൺ ആയിട്ട് പുറത്തേക്ക് എടുക്കുക. അപ്പോൾ x² പ്ലസ് 17/6x പ്ലസ് 5/6 ഇങ്ങനെയാണ് വരിക. അതായത് ഇതിൽ രണ്ടിലും നമുക്ക് 6 കോമൺ ആയിട്ട് എടുക്കാനില്ല. നമ്മൾ എന്താ ചെയ്യാം? എല്ലാത്തിനും കോമൺ ആയിട്ട് 6 ഉണ്ടെങ്കിൽ മാത്രമേ പുറത്തേക്ക് എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ 17/6 ഇൻറ്റു 6 ചെയ്യുന്നു. അങ്ങനെയാണ് ആ 6 നമ്മൾ കോമൺ ആയിട്ട് പുറത്തേക്ക് എടുക്കുന്നത്. അതുപോലെ 5/6 ഇൻറ്റു 6 ആണ്. അപ്പോൾ ഇൻറ്റു 6 ഡിവൈഡ് ബൈ 6 ആവുമ്പോൾ അത് 5 തന്നെ. അപ്പോൾ ഇൻറ്റു 6 എന്നുള്ളത് നമ്മൾ പുറത്തേക്ക് എടുത്തു. ഡിവൈഡ് ബൈ 6 ഇവിടെയുണ്ട്. ഇനിയിപ്പോൾ ഇതിൽ നമുക്ക് നോക്കേണ്ടത് ഫാക്ടേഴ്സ് കണ്ടുപിടിക്കണമെങ്കിൽ പ്രോഡക്റ്റ്, അതായത് പ്രോഡക്റ്റ് ഇവിടെ 5/6 ആണുള്ളത്. 5/6ന് ഫാക്ടേഴ്സ് ആയിട്ട് വരാൻ സാധ്യതയുള്ള നമ്പേഴ്സ് ഉണ്ട്. ഇപ്പം നമ്മൾ ഒരു ഫാക്ടർ 1/2 എടുക്കുന്നത്. 1/2 ഇൻറ്റു 5/3 ചെയ്ത് കഴിഞ്ഞാൽ എത്രയാണ്? 5/6 ആണ്. പിന്നെ ഒരു ഫാക്ടർ എന്ന് പറയുന്നത് ഇപ്പോൾ 5/2 എടുത്തു. 5/2 ആവുമ്പോൾ ഇവിടെ എത്രയാണ് വരേണ്ടത്? 1/3. അതായത് 5 ഇൻറ്റു 1 5, 2 ഇൻറ്റു 3 6, അങ്ങനെ 5/6. അപ്പോൾ ഇതിൽ നമുക്ക് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്നുള്ളത് അറിയില്ല. അപ്പോൾ നമ്മൾ 2 സൈനും അതിന് കൊടുക്കുന്നു. പ്ലസ് ഓർ മൈനസ് 1/2, പ്ലസ് ഓർ മൈനസ് 5/3, പ്ലസ് ഓർ മൈനസ് 5/2, പ്ലസ് ഓർ മൈനസ് 1/3. അപ്പോൾ ഇത്രയും ഫാക്ടേഴ്സ് ഇതിൽ വരാൻ സാധ്യതയുണ്ട്. ഇതിൽ ഏത് വാല്യൂ നമ്മൾ പി ഓഫ് കൊടുക്കുമ്പോഴാണ് നമുക്ക് ഈക്വൽ ടു 0 വരുന്നത്, അതായിരിക്കും അതിൻ്റെ ഫാക്ടേഴ്സ്. ഇപ്പോൾ ഇവിടെ എല്ലാം പോസിറ്റീവ് ഉള്ളത് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? പി ഓഫ് മൈനസ് 1/2 കൊടുത്തു നോക്കാം. പോസിറ്റീവ് ആവുമ്പോൾ എന്തായാലും 0 ആവില്ല. അപ്പോൾ പി ഓഫ് ഇത് പി ഓഫ് എക്സ് ആണ്. അപ്പോൾ നമ്മൾ ഇനി അടുത്തത് കണ്ടുപിടിക്കാൻ പോകുന്നത് പി ഓഫ് മൈനസ് 1/2 കാണും. പി ഓഫ് മൈനസ് 1/2 കാണുമ്പോൾ 6 നമുക്ക് എന്ത് ചെയ്യാം? 6 അവിടെ നിൽക്കട്ടെ. ഈ ഒരു നമ്പേഴ്സിനെ മാത്രം, അതിൻ്റെ മാത്രം ഫാക്ടേഴ്സ് കണ്ടുപിടിച്ച് നോക്കുക. അതായത് x² പ്ലസ് 17/6x പ്ലസ് 5. അപ്പോൾ അതിൽ കൊടുക്കുമ്പോൾ 1/2 സ്ക്വയർ പ്ലസ് 17/6 ഇൻറ്റു മൈനസ് 1/2 പ്ലസ് 5/6 ആണ് അവിടെ വരുന്നത്. അപ്പോൾ ഇതിൽ 1/2 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 1/4, ഇവിടെ മൈനസ് 17/12 പ്ലസ് 5/6 ആണുള്ളത്. അപ്പോൾ LCM എന്ന് പറയുന്നത് 12 എടുത്തു കഴിഞ്ഞാൽ ഇവിടെ 3 മൈനസ് 17 പ്ലസ് 10. അപ്പോൾ ഇതെന്തായാലും 0 ആയി പോകുന്നില്ല. അപ്പോൾ എന്ത് പറയാം? നമുക്ക് പി ഓഫ് മൈനസ് 1/2 അതിൻ്റെ ഫാക്ടർ അല്ല. ഇനി നമുക്ക് വേറെ നമ്പേഴ്സ് കൊടുത്തു നോക്കണം. അപ്പോൾ ഇതിൽ ഞാൻ ഇനി കൊടുക്കാൻ പോകുന്നത് പി ഓഫ് മൈനസ് 5/2 കൊടുക്കുന്നു. പി ഓഫ് മൈനസ് 5/2 അങ്ങനെ കിട്ടിയിട്ടില്ലെങ്കിൽ അടുത്തത് കൊടുത്തു നോക്കിയാൽ മതി. എല്ലാം പോസിറ്റീവ് ആകുമ്പോൾ അധികവും നെഗറ്റീവ് ഉള്ള വാല്യൂ നമുക്ക് ഫാക്ടേഴ്സ് ആയിട്ട് കിട്ടുള്ളൂ. അപ്പോൾ 5/2 കൊടുക്കുന്ന സമയത്ത് ഇവിടെ മൈനസ് 5/2 സ്ക്വയർ
പ്ലസ് 17/6 ഇൻറ്റു -5/2 പ്ലസ് 5/6 എന്ന് വന്നു. ഇനി ഇത് 25/4 മൈനസ് 17 ഇൻറ്റു 5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 85/12 പ്ലസ് 5/6. അപ്പം ഇതിന് നമുക്ക് എന്ത് ചെയ്യാം, 12 ആണ് LCM. ഇത് 12 ആവണമെങ്കിൽ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ 3 കൊണ്ട് മുകളിൽ മൾട്ടിപ്ലൈ ചെയ്യും. 25 ഇൻറ്റു 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 75 മൈനസ് 85 പ്ലസ് 10. അപ്പോൾ ഇത് 0 കിട്ടി. അപ്പോൾ നമുക്ക് എന്ത് പറയാം, P of -5/2 അതിൻ്റെ ഫാക്ടറാണ്. P of -5/2 ഫാക്ടർ ആണെങ്കിൽ x പ്ലസ് 5/2 ആണ് ഫാക്ടറായിട്ട് വരിക. P of -5/2 ആണ് ഈക്വൽ ടു 0 വന്നത്. അപ്പോൾ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈന് വേണം നമ്മൾ ഫാക്ടറായിട്ട് എടുക്കുക. therefore x plus 5/2 is a factor. അപ്പോൾ ഒരു ഫാക്ടർ കിട്ടി. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇവിടെ അതിൻ്റെ ഡിഗ്രി 2 ആയതുകൊണ്ട് 2 ഫാക്ടർ കിട്ടണം. അപ്പോൾ നമുക്ക് ഒരു ഫാക്ടർ കിട്ടിയത് x plus 5/2 ആണ്. അപ്പോൾ നമ്മളിവിടെ എഴുതുന്നു x plus 5/2 ഒരു ഫാക്ടറായി. ഇനി അവിടെ നിൽക്കട്ടെ. ഇനി അടുത്തൊരു ഫാക്ടർ കിട്ടണം. അടുത്തൊരു ഫാക്ടർ കിട്ടാൻ വേണ്ടി ഇനി എന്ത് ചെയ്യുക, അടുത്തത് ഞാൻ P of നമ്മൾ 1/2 കൊടുത്തപ്പോൾ കിട്ടിയില്ല, 5/2 ആണ് ഇപ്പോൾ കൊടുത്തത്. ഇനി നമുക്ക് 5/2 ആവുമ്പോൾ അതിന് ഫാക്ടറായിട്ട് വരാൻ സാധ്യതയുള്ളത് ഏതാ, 1/3 ആണ്. പിന്നെ നമ്മൾ കൊണ്ടുപോയിട്ട് 5/3 കൊടുത്തു നോക്കേണ്ട കാര്യമില്ല. 5/2 നമുക്കൊരു ഫാക്ടറായിട്ട് കിട്ടി. അപ്പോൾ 5/2 ആണെങ്കിൽ 5/6 വരണമെങ്കിൽ 1/3 ആണ് വരുന്നത്. അതിൽ തന്നെ നമ്മൾ പോസിറ്റീവും ചെയ്ത് നോക്കേണ്ട കാര്യമില്ല. കാരണം പ്രോഡക്റ്റിൻ്റെ പ്ലേസിൽ പോസിറ്റീവ് ആണുള്ളത്. ഇവിടെ നമുക്ക് ഫാക്ടർ -5/2 ആണ് ഫാക്ടറായിട്ട് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ -1/3 തന്നെ കൊടുത്തു നോക്കിയാൽ മതി. -1/3 എന്ന് പറയുന്നത് -1/3 സ്ക്വയർ പ്ലസ് 17/6 ഇൻറ്റു -1/3 പ്ലസ് 5/6. അപ്പോൾ ഇതെങ്ങനെയായി, 1/9 മൈനസ് 17/18 പ്ലസ് 5/6. ഇവിടെയാണെങ്കിൽ നമുക്ക് 18 ആണ് LCM വരിക. 18 LCM ആവുമ്പോൾ ഇത് 18 ആവണമെങ്കിൽ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ 2 കൊണ്ട് മുകളിൽ മൾട്ടിപ്ലൈ ചെയ്ത് 2. ഇത് 18 തന്നെയാണുള്ളത്. അപ്പോൾ അതിനൊന്നും ചേഞ്ച് ചെയ്യേണ്ട. ഇവിടെ 6 3s are 18. 3 ഇൻറ്റു 5 15. അപ്പോൾ ഇത് നമുക്ക് 0 കിട്ടി. അപ്പോൾ P of -1/3 ആണ് 0 കിട്ടിയതെങ്കിൽ അതിൻ്റെ ഫാക്ടർ എന്തായിരിക്കും, x പ്ലസ് 1/3 ഈസ് എ ഫാക്ടർ. അപ്പോൾ 2 ഫാക്ടർ നമുക്ക് കിട്ടി. പക്ഷേ ഇതിലൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ 6 ഇൻറ്റു ഇങ്ങനെയാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. നമ്മൾ ഇതിൻ്റെ മാത്രമാണ് ഇപ്പോൾ ഫാക്ടേഴ്സ് കണ്ടുപിടിച്ചിട്ടുള്ളത്. അപ്പോൾ ഇനി ഫാക്ടർ കാണാൻ വേണ്ടി ഇനി എന്ത് ചെയ്യണം, അവിടെ നമ്മൾ ആ പ്രോഡക്റ്റിനെ മൾട്ടിപ്ലൈ ചെയ്യണം. എന്തൊക്കെയായിരുന്നു കിട്ടിയത്, x പ്ലസ് 5/2 x പ്ലസ് 1/3 ആണ് നമുക്ക് ഫാക്ടേഴ്സ് ആയിട്ട് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ എങ്ങനെ കൊടുക്കുക എന്നുള്ളത്, ഇവിടെ 6 ഉണ്ട്. ഇതിൻ്റെ ഫാക്ടേഴ്സ് ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് x പ്ലസ് 5/2 അതുപോലെ x പ്ലസ് 1/3. ഇത് ഫാക്ടേഴ്സ് ആയിട്ട് കിട്ടി. ഇനി എന്ത് ചെയ്യുന്നത്, ഈ 6 അതേപോലെ തന്നെ വെച്ചു. ഇതിനെ നമ്മൾ 2x പ്ലസ് 5 ഡിവൈഡ് ബൈ 2. ഇനി ഇതിനെ എങ്ങനെ എഴുതാം, 3x ക്രോസ് ചെയ്യുന്നു, 3x പ്ലസ് 1 ഡിവൈഡ് ബൈ 3. ഇവിടെ 3 ഇൻറ്റു 2 എത്ര, ഇതെല്ലാം ഇൻറ്റു ആണുള്ളത്. 3 ഇൻറ്റു അതായത് 2 ഇൻറ്റു 3 6. ആ 6ഉം ഈ 6ഉം ക്യാൻസൽ ആയിട്ട് ഇതിൻ്റെ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് 2x പ്ലസ് 5 ഇൻറ്റു 3x പ്ലസ് 1 ആണ്. ഇത് സ്പ്ലിറ്റിംഗ് ദ മിഡിൽ ടേം വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതേ തന്നെയാണ് ഫാക്ടേഴ്സ് കിട്ടുക. അപ്പോൾ 2x പ്ലസ് 5ഉം 3x പ്ലസ് 1ഉം ആണ് അതിൻ്റെ ഫാക്ടേഴ്സ് ആയിട്ട് വരുന്നത്. ഇനിയിപ്പോൾ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് തന്നു, അപ്പോൾ ഫാക്ടർ ആണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ട് ചോദിക്കും. ഇതിപ്പോൾ നമുക്ക് ഫാക്ടർ തിയറം ഉപയോഗിച്ചിട്ട് ഫാക്ടർ കണ്ടുപിടിക്കാൻ പറഞ്ഞാലാണ് ഈ രീതിയിൽ കാണുന്നത്. ഇനിയിപ്പോൾ ചെക്ക് ചെയ്യാം, അല്ലെങ്കിൽ ഷോ ദാറ്റ് x മൈനസ്, ഒരു ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ ഷോ ദാറ്റ് x minus 3 is a factor of x cube minus 3x square plus 4x minus 12. അപ്പോൾ ഇവിടെ നമുക്ക് എന്താ ചെയ്യേണ്ടത്, x minus 3 അതിൻ്റെ ഫാക്ടർ ആണെന്ന് ഷോ ചെയ്യണം. അപ്പോൾ ഷോ ദാറ്റ് x minus 3 is a factor എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുക, x minus 3 അല്ല, അപ്പോൾ P of 3 കണ്ടുപിടിക്കുക. P of 3 എന്ന് പറയുന്നത് 3 ക്യൂബ് മൈനസ് 3 ഇൻറ്റു 3 സ്ക്വയർ പ്ലസ് 4 ഇൻറ്റു 3 മൈനസ് 12. അപ്പോൾ നമുക്കത് 0 കിട്ടുന്നത് ഉണ്ടെങ്കിൽ എന്ത് പറയുക, അതിൻ്റെ ഫാക്ടറാണെന്ന് പറയുക, അല്ലെങ്കിൽ എല്ലാം എന്ന് പറയുക. 3 ഇതിലുള്ളൂ. അപ്പോൾ 27 പ്ലസ് 12 മൈനസ് 12. അപ്പോൾ അത് 0 ആയതുകൊണ്ട് ഫാക്ടറായി. ഇനി
വേറൊരു ടൈപ്പ് എന്ന് പറയുന്നത് നമുക്ക് ഫാക്ടർ ആണെന്ന് തരും, എന്നിട്ട് കെയുടെ വാല്യൂ അല്ലെങ്കിൽ ഫൈൻഡ് ദ വാല്യൂ ഓഫ് എ, ഫൈൻഡ് ദ വാല്യൂ ഓഫ് കെ, അങ്ങനെയുള്ള ക്വസ്റ്റ്യൻ. അപ്പോൾ ആ ഒരു ക്വസ്റ്റ്യനും കൂടി പറഞ്ഞുതരാം. ടൈപ്പ് എന്ന് പറയുന്നത് ഫൈൻഡ് ദ വാല്യൂ ഓഫ് കെ ഇഫ് എക്സ് പ്ലസ് 3 ഈസ് എ ഫാക്ടർ ഓഫ്. ഇതിന്റെ ഫാക്ടർ ആണെങ്കിൽ നമ്മൾ കെയുടെ വാല്യൂ കാണാം. അപ്പോൾ ഫാക്ടർ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ എടുക്കാൻ കഴിയും? പി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 0. ഇവിടെ നമ്മുടെ പി ഓഫ് എക്സ് എന്ന് പറയുന്നത് 3x² പ്ലസ് കെ എക്സ് പ്ലസ് 6 ആണ്. അപ്പോൾ നമ്മൾ അവിടെ ഫാക്ടർ ആണെങ്കിൽ ഫൈൻഡ് ദ വാല്യൂ ഓഫ് കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഫാക്ടർ ആകുമ്പോൾ നമുക്ക് എന്താ കിട്ടുക? അതിന്റെ വാല്യൂ കൊടുക്കുന്ന സമയത്ത് 0. അപ്പോൾ പി ഓഫ് എക്സ് 0 ആണെങ്കിൽ നമുക്ക് കെന്റെ വാല്യൂ ആണ്. പി ഓഫ് എക്സ് എന്ന് പറയുന്നത് ഇവിടെ പി ഓഫ് ഇതിന്റെ മൈനസ് പി ഓഫ് -3 ഈക്വൽ ടു 0 എന്ന് കൊടുത്തിട്ട് വേണം നമുക്ക് ഇതിൽ കെ കണ്ടുപിടിക്കാം. അപ്പോൾ പി ഓഫ് -3 എന്ന് പറയുന്നത് എന്താണ് ഇവിടെ? 3 into -3² plus k into -3 plus 6 is equal to 0. P of -3 equal to 0 ആണല്ലോ. അപ്പോൾ ഇവിടെ 3 into 3 9, 9 into 3 27. ഇവിടെ ഇത് സ്ക്വയർ ആവും. -3 into -3 plus 9 ആയി. plus 9 into 3 എന്ന് പറയുന്നത് 27 minus 3k plus 6 is equal to 0. ഇനി ഇതിൽ 35 minus 3k equal to 6 എന്ന് കിട്ടി. 35 equal to 35 അല്ല 27 plus 6 എന്ന് പറയുന്നത് 33. 33 minus 3k equal to 0. 33 equal to 3k. k equal to 33/3. അപ്പോൾ 11 കിട്ടും. അപ്പോൾ ഇങ്ങനെയാണ് ഇതിലുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കല്. ഒന്നുമില്ലെങ്കിൽ ഫാക്ടർ തിയറി ഉപയോഗിച്ചിട്ട് അതിൻ്റെ ഫാക്ടേഴ്സ് കണ്ടുപിടിക്കാൻ പറയും, അല്ലെങ്കിൽ ഫാക്ടർ ആണെങ്കിൽ കെയുടെ വാല്യൂ കാണുക. അതുപോലെ ചെക്ക് ചെയ്യാൻ വേണ്ടി പറയും, ഇത് ഫാക്ടർ ആണോ, x+3 അതിൻ്റെ ഫാക്ടർ ആണോ എന്ന് ചെക്ക് ചെയ്യാൻ പറഞ്ഞാൽ പി ഓഫ് -3 ചെയ്ത് നോക്കുക. 0 കിട്ടുന്നുണ്ടെങ്കിൽ ഫാക്ടർ എന്ന് പറയാം. അങ്ങനെ എല്ലാ ക്വസ്റ്റ്യൻസും ചെയ്യും. ഇന്നത്തെ ക്ലാസ് 3 നിങ്ങൾക്ക് എൻ്റെ ക്ലാസ് ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. അതുപോലെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ്